ഞങ്ങൾ പാർക്കിലേക്ക് പോവാണ്. പപ്പയുടെ പാർക്ക്. ഓക്കേ, ഹായ്, വെൽക്കം ബാക്ക് ടു പാർക്ക് വെസ്റ്റ് ഡേ. ഇത് നമ്മൾ അടുത്തൊരു പാർക്കുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ പാർക്കിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ പാർക്കിലാണ് നമ്മൾ പപ്പ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ബാങ്കിലായിരുന്നു, പക്ഷെ റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെയാട്ടോ ജോയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചെറിയച്ഛൻ്റെ പാർക്കാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് ടൈം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആളുടെ വീട്ടിൽ പോയപ്പം. ഇപ്പോൾ ആളത് പാർക്കാക്കി സെറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഈ പോകുന്നൊരു മലയിലൂടെയാണ് പോകുന്നത് കേട്ടോ. പണ്ടൊക്കെ ഫുള്ള് കാടൊക്കെ ആയിരുന്നു, ഇപ്പോൾ ഫുള്ള് ഓരോരുത്തർ റബ്ബറൊക്കെ വെച്ച് റബ്ബറും കാടായിട്ട് മാറിയിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗം വലിയൊരു കോറിയാണ് കേട്ടോ. എൻ്റെ ചേട്ടന്മാർ ഇവിടെ മീനൊക്കെ വളർത്തുന്നുണ്ട്, നെറ്റൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ. ഇതിൻ്റെ ഇവിടെ ഈ താഴെ തന്നെയാണ് കേട്ടോ നമ്മൾ കാണുന്ന ഈ പാർക്ക്. അപ്പോൾ ജിംബനും അപ്പവും വാമിയൊക്കെ ശരിക്കും ഇതിലൂടെ എല്ലാ എൻട്രൻസും നേരെ മേലെ ഭാഗത്തുനിന്നൂടെയാണ്. പക്ഷെ പപ്പ വരുമ്പോഴേക്കൊക്കെ ടിക്കറ്റൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇതിലൂടെ തന്നെ കയറി. അപ്പോൾ അവരൊക്കെ ഇതിൻ്റെ ഇടയിലൂടെ മതിലുമ്പിലൊക്കെ ചാടി കയറിയിട്ടൊക്കെയാണ് കേട്ടോ ഉള്ളിൽ കയറിയത്. പിന്നെ ഇന്നും ഭയങ്കരമായിട്ട് ആൾക്കാർ കുറഞ്ഞൊരു ദിവസമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം വർക്കിംഗ് ഡേ ആണ്, എക്സാമിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സീസണൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളൊരു വീട്ടിൽ പോകുന്ന പോലെയായിരുന്നു. കാരണം ഒക്കെ അറിയുന്ന ആൾക്കാരായിരുന്നു, ബന്ധുക്കളും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെയാണ് വർക്ക് ചെയ്യാനൊക്കെ ഉള്ളത്. അപ്പോൾ പിന്നെ അടിച്ചു പൊളിച്ച് ഒരു ഫാമിലി ട്രിപ്പിന് വന്ന പോലെ ആയിരുന്നു. അപ്പോൾ ഇവിടെ 2 കുതിരകളുണ്ട്. ഒരെണ്ണം ഒരു ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഒരെണ്ണം ബ്രൗൺ ഉണ്ട്, വൈറ്റും ഉണ്ട് കേട്ടോ. വൈറ്റ് മിക്ക മൃഗങ്ങളൊക്കെ പിന്നെ ഇനി ഉള്ളതൊക്കെ ഇപ്പോഴും ആളുടെ വീട്ടിലാണ്. ഓരോരുത്തരെ ഇങ്ങനെ റെസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ദിവസം ഇവിടെ നിർത്തും, പിന്നെ കുറച്ച് ദിവസം വീട്ടിൽ നിർത്തും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഈ ഏരിയയിൽ കുറേ താറാവുകളൊക്കെയാണ്. കുറേ താറാവുകളും വേറെ കുറേ ഗിനിക്കോഴി അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസം കേട്ടോ. കുഞ്ഞി വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക്. എല്ലാം ഓടിൽ മേഞ്ഞതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓട് മേഞ്ഞ കോഴിക്കോടുകൾ കാണുന്നത്. അപ്പോൾ അപ്പൂസനൊക്കെ എക്സ്പേർട്ടാണ്. അപ്പൂസനൊക്കെ ഈ സ്ലോപ്പിലൂടെ നടന്നു വരുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നടന്നു വരും കേട്ടോ. എനിക്ക് എൻ്റെ കാലിൽ നീരുള്ളത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കയറാനായിട്ട് സ്ലോപ്പിലൂടെ. സ്റ്റെപ്പിൽ കയറുമ്പോൾ പിന്നെ അത്ര നേരത്തെ കണ്ടില്ല കുതിര ഒക്കെ ഉള്ള ഭാഗം. അവിടെ തന്നെ ഒട്ടകം ഉണ്ട് കേട്ടോ. ഒട്ടകം ഉണ്ട്, പിന്നെ ഒരു സുന്ദരി കഴുതക്കുട്ടിയുണ്ട്. നല്ല ഭംഗിയാട്ടോ കഴുതക്കുട്ടീനെ കാണാനായിട്ട്. പിന്നെ വേറെ ഏതൊക്കെയോ നായയുടെ ഏതൊക്കെയോ കുറേ വെറൈറ്റീസും 1-2 അവിടെ നിൽപ്പുണ്ട് കേട്ടോ. നായക്കൂടൊക്കെ ഉണ്ട്. പക്ഷേ ആ ഭാഗത്തൂടെ പോയപ്പോൾ കുതിര ഒന്ന് തല കുലിക്കുന്നതുകൊണ്ട് എനിക്ക് നൈസായിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ പോരേണ്ടി വന്നു. പിന്നെ ഇതിവിടെ കുറച്ച് വെറൈറ്റീസ് ഓഫ് ആടുകളാണ് കേട്ടോ. ചെമ്മരിയാട്, പിന്നെ വലിയൊരു കൊമ്പൊക്കെയുള്ളൊരു ആടൊക്കെ ഉണ്ട്. പിന്നെ ഒരു ആട്ടിൻകുട്ടിയും അമ്മയും ഉണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിലാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അല്ലല്ല, അപ്പുറത്തെ സൈഡിലത് അപ്പൂസനൊക്കെ ആട്ടിൻകുട്ടീനൊന്നും കണ്ടിട്ട് പോലില്ല. അപ്പൂസനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ ആട്ടിൻകുട്ടീനെ എടുത്തപ്പം. പിന്നെ ദേ വാമിക്കുട്ടിക്കുണ്ട്. വാമിക്കുട്ടിക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ ഈ മീനിനൊന്നും തീറ്റ കൊടുക്കാനായിട്ട്. കാരണം അവർ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. അപ്പോൾ അപ്പൂസനെ ഇപ്പോഴാണ് എൻ്റെ അടുത്ത് ആട്ടിൻകുട്ടിയെ കണ്ടത് കേട്ടോ. അപ്പോൾ അപ്പൂന് ചെറിയ പേടിയൊക്കെ ഉണ്ട്, എന്നാലും ആൾക്ക് നല്ല ഇഷ്ടമായി ഞാൻ എടുത്തപ്പം. അപ്പു കിടക്കണ പോലെ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ഫസ്റ്റ് തന്നെ ഫിഷിംഗ് ടാങ്കിലാണ് കേട്ടോ കാലിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാലിലൊക്കെ അഴുക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിഞ്ചുമൊക്കെ ആദ്യം തന്നെ കാലൊക്കെ ഇട്ട് നിൽപ്പുണ്ട്. പക്ഷേ ഇത് ലാസ്റ്റ് ചെയ്യേണ്ട ഒരു പണിയാണ് കേട്ടോ. കാരണം ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാലിലൊക്കെ നിറയെ വെള്ളമാവും, ചെരുപ്പിലൊക്കെ നിറയെ ചെളിയാവും. പക്ഷേ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഈ കാലിൽ നീരുള്ളത് കൊണ്ട് നീരുമ്പിലെങ്ങാനും കൊത്തിയിട്ട് വല്ല മുറിവായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതം തീർന്നു. പണ്ടൊക്കെ നമ്മൾ തറവാട്ടിൽ കുളത്തിലുണ്ടായിരുന്നു ഇതുപോലെ നിറയെ പരലുണ്ടാവുമായിരുന്നു മഴക്കാലമൊക്കെ ആകുമ്പോഴേക്ക്. അപ്പം ആ സമയത്ത് ഇതുപോലെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അത് ഇന്നാണ് ഇങ്ങനെ ഒരു സംഭവം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മീനുകൾക്ക് ഫീഡ് ചെയ്യാനുള്ളൊരു സംഭവം, ഫുഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഫീഡ് ചെയ്യാനുള്ളത്. അപ്പം നോക്കി നമ്മുടെ കൈയോടെ ഒന്ന് നിഴൽ കാണുമ്പോഴേക്കും എല്ലാവരും ഓടി വരും കേട്ടോ. എനിക്ക് പക്ഷേ ഭയങ്കര പേടിയായിരുന്നു ഇവർ കടിക്കുമെന്ന്. കാരണം കുറച്ച് വലുപ്പമുള്ള ഫിഷൊക്കെ ഇട്ട് കൊടുക്കും ഭയങ്കരമായിട്ടൊക്കെ പേടിയായിരുന്നു കേട്ടോ. കാരണം വലിയ മീനുള്ളത് കൊണ്ട് എനിക്കങ്ങ് ഭയങ്കര ടെൻഷനായി. ഇവർ കടിക്കുമോ, പല്ലുണ്ടാവുമോ? കാരണം ഓരോ ഫിഷിനും ഓരോ പോലെയാണല്ലോ. ഞാനതിൻ്റെ തീറ്റയും കൈ പിടിച്ചിങ്ങനെ നിൽക്കുക. ലാസ്റ്റ് പിന്നെ ഞാൻ അത് കഴിഞ്ഞ് മറ്റേ ഫിഷ് ടാങ്ക് ഉണ്ടല്ലോ അതിലേക്ക് തന്നെ പോയിട്ടോ. കാലൊന്ന് കുറച്ച് നേരം ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയത് നിറച്ച് മീനുകളാട്ടോ. എന്ത് രസമൊക്കെ കാണാമെന്നറിയോ, ഓറഞ്ചും യെല്ലോ ബ്ലാക്ക് നല്ല ഭംഗിയുള്ള ഫിഷുകളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സമയം വൈകാതെ തന്നെ ഫിഷിംഗ് ടാങ്കിൽ കാലിട്ടു കേട്ടോ.
കുറച്ച് റിസ്ക് ആയിരുന്നു. ഇതൊന്ന് കാല് പൊക്കാനൊക്കെ ഭയങ്കര പണിയാണ്. എക്സസൈസുകളൊക്കെ ഞാൻ അങ്ങനെ ഒന്നരാടൊക്കെ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഊപ്പാടൊക്കെ തീരുക. അപ്പോൾ പണികളൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നരാടൊക്കെ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ കാലൊക്കെ പൊക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിറയെ കാലുമ്മിൽ വന്ന് നിൽക്കും കേട്ടോ. നമ്മളൊരു കാലുമ്മിൽ ഒരു വെള്ളം ആക്കിയിട്ട് അതിൽ കാല് മുക്കിയിട്ടാണ് നമ്മൾ ഇതിലിടുക. അപ്പോൾ ആ സമയത്ത് ഫസ്റ്റ് വന്ന് നമ്മൾ കാലിടുമ്പോഴേക്ക് എല്ലാവരും നമ്മളെ കാലുമ്പിലായിരിക്കും കേട്ടോ. അപ്പോൾ ജിമ്പൻ്റെ കാലുമ്പേക്ക് ആരും വരില്ല എന്ന് പറഞ്ഞിട്ട് ജിമ്പ് നിൽക്കുക. ജിമ്പുവിനൊക്കെ ആദ്യം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ, തോട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ മീനൊക്കെ കുത്തുമ്പം. പക്ഷെ ഇതിപ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് അവൾക്കിപ്പോൾ ഭയങ്കര എക്സ്പേർട്ടായിട്ട് നിൽക്കും. അപ്പം നേരത്തെ ഞാൻ തീറ്റ കൊടുത്തപ്പോൾ ആ ചേച്ചി, ഇവിടെ ഒരു ചേച്ചി ഉണ്ട്, ആ ചേച്ചി കണ്ടിരുന്നു കേട്ടോ. എനിക്ക് പേടിയായിട്ട് ഞാൻ തീറ്റ മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ, കൈയൊന്നും ഇട്ടില്ല. വാമിക്കൊന്നൊരു പേടിയില്ല. വാമിയൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് തീറ്റ കൊടുക്കുമെന്നൊക്കെയാണ് പറയണം കേട്ടോ ചേച്ചിമാർ. ജിമ്പും വാമിയും അപ്പു വരെ തീറ്റ കൊടുക്കാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിട്ട് ഞാൻ കണ്ടോ, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇത് വലുത് വരുമ്പോൾ വായ തുറന്നങ്ങ് വരുവേ. അപ്പോൾ ആ ചേച്ചി പറയുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അവർ കടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ തീറ്റ കൊടുക്കുമ്പോഴേക്ക് അവരങ്ങ് കന്നുണ്ടോ കയ്യിൽ കയറി അങ്ങ് വന്ന് കൊത്തും. പക്ഷെ വേദനയൊന്നും ഇല്ല കേട്ടോ. വെറുതെ അങ്ങനെ വന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ ഒന്ന് കടിക്കുകയുള്ളൂ കേട്ടോ. വേദനയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആ ഒരു പേടി അങ്ങ് മാറിക്കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ജിമ്പുവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പക്ഷിയാണ് കേട്ടോ യമു. രണ്ടെണ്ണം ഉണ്ട് ഇവിടെ. നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാൻ. അപ്പോൾ രണ്ടാളും നല്ല റെസ്റ്റിംഗ് ടൈമിലാണ്. അപ്പോൾ ചേച്ചിമാർ പറയുന്നുണ്ട് ഉള്ളിൽ കയറാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ പിന്നെ അപ്പോഴേക്കും ഇവിടെ ഫിഷ് ടാങ്ക് ഉണ്ട്. ഇതെന്താ സക്കർ, വലിയ സൈസുള്ള സക്കറൊക്കെയാണ്. പിന്നെ ഈ ഭാഗത്ത് വലിയൊരു സൈസുള്ളൊരു വാള എന്ന് പറയാം, ആഫ്രിക്കൻ വാളയോ അങ്ങനെ എന്തൊരു പേര് പറഞ്ഞേ. ഈ ഭാഗത്ത് ഒരു അലിഗേറ്റർ ഫിഷോ അങ്ങനെ എന്തോ പറഞ്ഞ്. പക്ഷേ ഇതിൽ നല്ല വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു ടാങ്കിൽ, അതുകൊണ്ട് കാണാൻ അത്ര നമുക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വെള്ളം കുറവായിരുന്നെങ്കിൽ കാണാൻ പറ്റുമെന്നൊക്കെയാണ് പപ്പ പറഞ്ഞു കേട്ടോ. ഒരു അലിഗേറ്റർ ഫിഷ് നല്ല വലുപ്പമൊക്കെ ഉണ്ട്, നല്ല സൈസൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഒരു ഫിഷ്. പിന്നെ ലാസ്റ്റ് പപ്പ വീണ്ടും യമ്മുവിൻ്റെ കൂട്ടിലേക്ക് തന്നെ നമ്മളെ കൊണ്ടുപോയി കേട്ടോ. അവരൊക്കെ നല്ല കിടത്ത ഉറക്കമായിരുന്നേ. പക്ഷേ അങ്ങോട്ട് കയറിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞു പേടിക്കണ്ട, അവരൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവർ പറഞ്ഞു ഭയങ്കര മടിയാണ്. അപ്പോൾ പപ്പ പറഞ്ഞു ഞാൻ എണീപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് അവർ എണീപ്പിച്ചു കേട്ടോ. രണ്ടാളെയും പപ്പ എണീപ്പിച്ചു. അതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. അവരുടെ കഴുത്തൊക്കെ ഇങ്ങനെ ചുറ്റുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എൻ്റെ ഫോണിലാണെന്ന് തോന്നുന്നുണ്ട് ഞാനത് വീഡിയോ എടുത്തത്, ഷോർട്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ അവർ ഡാൻസ് കാണാനായിട്ട്. ഈ പോകുന്ന ആളാണ് ഡാൻസ് കളിച്ചിരുന്നത്. ഇയാൾ അത്ര കളിക്കണ്ടായിരുന്നില്ല. പപ്പ എണീപ്പിക്കുക, നമ്മൾ കുഞ്ഞുങ്ങളെ എണീപ്പിക്കുന്ന പോലെ കേട്ടോ. ഭയങ്കര മടിയായിരുന്നു അവൾക്ക് എണീക്കാനായിട്ട്. അപ്പോൾ അതേ കേട്ടോ നല്ല ബുദ്ധി വെച്ച് അന്തിക്കൊരടി കൊടുത്തപ്പോൾ വേഗം ചാടി എണീറ്റ് ഓടി. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കതേ വാമിക്കുട്ടനും ഒരു പേടിയില്ല. വാമി ഇത് തൊടാനൊക്കെ വന്നു. ആദ്യക്കുട്ടന് പിന്നെ ഒരു പേടിയില്ല. ആൾ എല്ലാത്തിനും ടച്ച് ചെയ്യും കേട്ടോ. ഭയങ്കര ധൈര്യമുള്ള ആളാണ്. പക്ഷെ ജിമ്പൻ വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി. പമ്പേനൊക്കെ പിടിച്ച് ജിമ്പ് ലാസ്റ്റ് വന്ന് തൊട്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേജ്, ഇത് 1 സ്റ്റേജ് 2 സ്റ്റേജ് 3 സ്റ്റേജ് അങ്ങനെയാണ്, ഓരോരോ കാറ്റഗറീസാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആ ഭാഗത്ത് തന്നെ മുയലുണ്ടായിരുന്നു. കണ്ടപ്പോൾ വലിയ ക്യൂട്ടൊന്നും തോന്നിയില്ല, പക്ഷെ എടുത്തപ്പോൾ ഉണ്ടല്ലോ വെരി സോഫ്റ്റ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു മുയൽ. നല്ല ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അയ്യോ നമുക്കങ്ങ് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ തോന്നും. അത്രയും ക്യൂട്ടാണ് കേട്ടോ. ഇപ്രാവശ്യം ജിമ്പും ആദ്യക്കുട്ടനെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് ഇവരുടെ കൂടെ കേട്ടോ. ഇവരെ കൂട്ടിലങ്ങ് കയറും, ഡോർ അടയ്ക്കും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കും. ഈ വൈറ്റിന് അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ, എല്ലാവരുടെ കൂടെ നന്നായിട്ട് ഇണങ്ങുക. പക്ഷെ ബ്ലാക്ക് തൊടുമ്പോഴേക്കും ഓടും കേട്ടോ. അങ്ങനെ പപ്പൂസിനെ കണ്ടപ്പോൾ തന്നെ പേടിയായിട്ട് അപ്പു ഓടിക്കൊടുത്തു കേട്ടോ. ചിഞ്ചുയൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വലിയ കണ്ണാണ്, നല്ല സുന്ദരി കണ്ണ്, നല്ല കറുത്ത വലിയ കണ്ണ്, നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പോൾ അമ്മ ബേബീനൊക്കെ എടുത്തിട്ട് അമ്മയും ചേച്ചിമാരും ഇവിടെ ഇരിക്കുക. അപ്പോൾ അമ്മ പറയുക അവിടെ പക്ഷികളുടെയൊക്കെ ഭാഗമാണ് ഇനി, അപ്പോൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങാനും ഇനി അലർജി എങ്ങാനും തുമ്മലെങ്ങാനും വരുമെന്ന് പറഞ്ഞിട്ട് അമ്മ പേടിച്ചിട്ട് ഇപ്പുറത്ത് തന്നെ ഇരിക്കും കേട്ടോ. ഈ ഭാഗമാണ് പക്ഷികളുടെ. പിന്നെ വേറെയും കുറേ കുഞ്ഞി മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഏതോ ഒരു വെറൈറ്റീസ് ഓഫ് പൂച്ചയാണ് കേട്ടോ ഇത്. പിന്നെ കുറേ ഇവരുടെ ഒന്നും പേരുകൾ എനിക്ക് കറക്റ്റ് അറിയില്ല.
പക്ഷേ ഇവരൊക്കെ കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. കണ്ടോ മാമിക്കുട്ടനൊക്കെ അങ്ങ് ഹാപ്പി ആയ ഒരു കുഞ്ഞി എലിയാണോ അതൊരു അണ്ണറക്കണ്ണനാണോ, ഞാൻ മറന്നു കേട്ടോ അതിൻ്റെ പേര്. പിന്നെ വേറെ എന്തായിരുന്നു, പിന്നെ വേറൊരു ഇങ്ങനെ ഒരു എലിയുടെ പോലത്തെ ഒരു പേരുകൾ എനിക്കൊന്നും അറിയില്ല, ഞാൻ എല്ലാം ഒന്നും ചോദിച്ചില്ലായിരുന്നു കേട്ടോ. ഇതൊരു തരം അണ്ണറക്കണ്ണനാണ് കേട്ടോ. ആളിത് ഉറങ്ങുകയാണ്, തലയും കുത്തിയിട്ട് കിടന്നുറങ്ങുക. ഇത് പറക്കുന്ന അണ്ണനാണ് കേട്ടോ. ഇതിനെ നമ്മൾ കയ്യിലൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ആരും ധൈര്യപ്പെട്ടില്ല കേട്ടോ അതിന്. പിന്നെ ഇത് ഒരു സ്പെഷ്യൽ പാരറ്റാണ്. ഇത് മുള്ളൻ പന്നിയുടെ ഒരു മിനിയേച്ചറാണ്. ഭയങ്കര ക്യൂട്ടായിട്ട് അതിൻ്റെ ചുണ്ടൊക്കെ കാണാനായിട്ട്, കണ്ണൊക്കെ കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ട്. ഇത് കണ്ടോ, ഒരാൾ വെള്ളം കൊടുത്തതാണ്. വെള്ളം കൊടുത്തിട്ട് വെള്ളത്തിൽ കുറേ ഈ ചകിരിച്ചോറൊക്കെ ഇട്ടിട്ട് അതിൽ കിടക്കുക. നല്ല ഉഷ്ണല്ലേ, നല്ല രസമുണ്ടായിരുന്നിട്ട്. തൊടുമ്പോൾ ഭയങ്കര റഫാണ്, പക്ഷേ അവരിങ്ങനെ ഒന്നിങ്ങനെ പൊങ്ങിക്കും ഇങ്ങനെ ഒരു മുള്ള്, അപ്പോൾ ഒരു റഫായിട്ട് തോന്നും. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സെറ്റായി തോന്നിക്കഴിഞ്ഞാൽ അവരിങ്ങനെ അതിങ്ങനെ തളർത്തിയിടും കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റാണ് കാണാനായിട്ട്, നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അമ്മൂട്ടി അണ്ണാർക്കണ്ണനാണോ എലിയാണോ ഈ ഒരു സംഭവത്തിന് അമ്മൂൻ്റെ ഡ്രസ്സിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒളിച്ചിരിക്കാനായിട്ട് വരും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ പക്ഷികളുടെ ലോകമാണ് കേട്ടോ. ഇതിനുള്ളിൽ നിറയെ വെറൈറ്റീസ് ഓഫ് തത്തമ്മകളാണ്. നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പോൾ നമ്മൾ കയ്യിലൊക്കെ വയ്ക്കുമ്പോൾ ഇങ്ങനെ ഫീഡ് ചെയ്യാനായിട്ട് കയ്യിൽ ഫുഡ് വെച്ച് തരും. അപ്പോൾ അത് മാമീനെ ഒരെണ്ണം കൊത്തേന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കും കേട്ടോ. ഇനി ഞാൻ കുറച്ച് വോയിസ് ഇടാം കേട്ടോ, നല്ല രസമൊക്കെ കേൾക്കാൻ. നിനക്ക് പേടിയില്ലേ? എന്റെ കൈക്ക് ആദ്യമായിട്ട് ഞാൻ പൊക്കി പിടിക്കണ കൈ ഒതുക്കി പിടിക്കേ. അമ്മടെ കയ്യിൽ നോക്കിയ മാമി, അപ്പം കൂടെ നോക്കിയ നമ്മുടെ കയ്യിൽ റെഡ് വരുന്നില്ല. ഞാൻ റെഡിനെ കുറെ കൈ അതാ എന്റെ മോച്ചൊക്കെ തിരി നോക്കി. നോക്കിയൊക്കെ കണ്ടെങ്കിൽ പിടിച്ചാ കടിക്കോ. ഹലോ മൈ ഡിയർ ഗേൾസ്, പറയോ. അതത് റണ്ണിങ് ആയിരുന്നു, മനസ്സിലാവില്ല. ഹലോ എന്റെ മുകളിൽ അപ്പുവിന്റെ തലയിലുണ്ട്, തലയിൽ വന്ന് കൊത്തപ്പ് ജിംബ. അന്റെ കിളി വരാത്ത മനസ്സിലായോ? കൊറേ നേരായിട്ട് ഭയങ്കര ഫുഡടിയാ. എന്തൊക്കെ തലയിൽ കൂടെ നിൽക്കും. അറിയോ അപ്പൊ നമ്മുടെ തല നോക്കി, നമ്മുടെ തലയിൽ നോക്കി, തലയിൽ അപ്പൊ കൂട് വിളിച്ച് പേടിപ്പിച്ചു. ഇതെന്താ ഇവരെന്റെ തലേന്ന് പോവാത്തത്? ക്ലിപ്പ് എടുക്കാൻ നോക്കാം. ഒന്നും കാട്ടില്ല, ഒന്നും കാട്ടില്ല. ഹാവു
കുറച്ച് നേരമായി. പിന്നെ ഈ ഒരു ഇതിൽ കുറച്ച് ഓന്തുകളുണ്ട്. പിന്നെ ഇതൊരു സൈസ് കാടയാണ് കേട്ടോ. പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്, നോർമൽ കാടയല്ല, വേറെ അങ്ങനെ. പിന്നെ ഇത് വേറൊരു ഐറ്റം ഉണ്ട്. എൻ്റെ അമ്മച്ചി, ഇതിനൊന്നും ഞങ്ങൾ ആരും തൊട്ടില്ല കേട്ടോ. എനിക്കൊക്കെ ഭയങ്കര പേടിയാണ്. ഇതിൽ വലിയ സൈസ് 2-3 ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഇവരൊക്കെ തൊടും, കാരണം അപ്പവും ജിമ്പനും മാമയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് തൊടും. പക്ഷെ ജിമ്പുവിനൊന്നും കഴുത്തിൽ വെക്കാനുള്ള ധൈര്യം എപ്പോഴും ആയിട്ടില്ല കേട്ടോ. അപ്പോസനും മാമിയും പിന്നെ തൊടും. ആദിക്കുട്ടനാണ് കഴുത്തിൽ വെക്കുന്ന ആൾ കേട്ടോ. അമ്മൂനൊക്കെ ഭയങ്കര പേടിയാണ്, ചിഞ്ചുവിനും. ഞങ്ങൾക്കൊന്നും ആർക്കും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ആരും തൊട്ടില്ല. പക്ഷേ നമ്മൾ ധൈര്യശാലി ആദിക്കുട്ടൻ അതിനൊക്കെ എടുത്തു. പിന്നെ കഴുത്തിൽ വരെ ഇട്ടു കേട്ടോ. അപ്പോൾ ചേച്ചി പറയുക, ഇടയ്ക്ക് വരുമ്പോൾ ഒക്കെ തലയിലൊക്കെ തൊടാറുണ്ട്, ചിലപ്പോൾ വായിലൊക്കെ ഇങ്ങനെ വിരൽ വെച്ച് കൊടുക്കാറുണ്ടെന്ന് ഇവരൊക്കെ. അപ്പോൾ വായിലൊക്കെ വിരൽ വെച്ച് കൊടുക്കരുതെന്ന് പറയും, കാരണം ചിലപ്പോൾ എങ്ങാനും കടിക്കാനുള്ള ടെൻഡൻസി തോന്നുമ്പോൾ കടിക്കും. പക്ഷേ വിഷമൊന്നുമില്ല, പക്ഷെ എങ്കിലും പേടിക്കണമല്ലോ, കുഞ്ഞുങ്ങളല്ലേ. അപ്പൂസൻ പിന്നെ കുറച്ച് പേടി കൂടുതലുള്ളതുകൊണ്ട് എല്ലാത്തിനും തൊട്ടിട്ടേ ഉള്ളൂ കേട്ടോ, ഒന്നും പിടിച്ചതൊന്നുമില്ല. പിന്നെ അടുത്തതായിട്ട് നമ്മൾ സ്പൈഡറിനെ നമ്മളാരും തൊട്ടില്ല കേട്ടോ. ആദ്യകൂട്ടം മാത്രമേ അതിനെയും തൊട്ടുള്ളൂ. ഇതിനെ തൊടാനുള്ള ഒരു ധൈര്യം ആർക്കും വന്നില്ലായിരുന്നു. പിന്നെ ഈ ഭാഗത്ത് കുറേ കോഴികളൊക്കെ ഉണ്ട്. എൻ്റെ പണ്ടത്തെ വീഡിയോയിലുണ്ട് ആ കോഴികളൊക്കെ. എനിക്ക് പിന്നെ ആ ഒരു ഐറ്റംസിനെ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കിയില്ല. പക്ഷേ ചിലർക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ, നല്ല ഭംഗിയുള്ള കോഴികളൊക്കെ ഉണ്ട്, വെറൈറ്റീസ്. പിന്നെ ഈ തത്തമ്മകൾ, ഇത് ചെറിയച്ഛൻ്റെ വീട്ടിലിങ്ങനെ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ 2 ആൾ, ഒരു ഗ്രേ ഉണ്ട്, ഈ ആളുണ്ട്. നന്നായിട്ട് സംസാരിക്കും കേട്ടോ. അവിടുത്തെ അനിച്ചേച്ചി ആളുടെ പേരൊക്കെ വിളിക്കും, അവിടുത്തെ മോളുടെ പേരൊക്കെ വിളിക്കും. നല്ല നല്ല കൂട്ടാണ് കേട്ടോ, നല്ല ഇണങ്ങും പെട്ടെന്ന്. പക്ഷെ നമ്മളിപ്പോൾ എപ്പോഴും വരാത്തതുകൊണ്ട് അങ്ങനെ പരിചയമില്ലല്ലോ. ഇവരെയൊക്കെ നന്നായിട്ട് പരിചയം. പിന്നെ ഇയാൾ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. ഒരെണ്ണേ ഉള്ളൂ കേട്ടോ ഇങ്ങനത്തെ അമ്മുട്ടി ആളെടുക്കും. അപ്പം ആൾ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ആൾ ഉമ്മ തരാൻ പറഞ്ഞെങ്കിൽ ഉമ്മയൊക്കെ തരും. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒരെണ്ണം തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ചോദിക്കാതെയൊക്കെ തൊട്ട് കഴിഞ്ഞെങ്കിൽ നമ്മളങ്ങ് വന്ന് കൊത്താനൊക്കെ വരും കേട്ടോ. അപ്പം ഞാനിങ്ങനെ കൈ വെച്ചപ്പോൾ ആൾക്ക് എൻ്റെ അടുത്തേക്ക് വരണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ വന്ന് എന്നെ ഒന്നിങ്ങനെ ഞോണ്ടാനൊക്കെ നോക്കി. പക്ഷേ വന്ന് കഴിഞ്ഞപ്പോഴേക്ക് ആളുടെ കയ്യിലേക്ക് തന്നെ പോയിട്ടോ. കാരണം തൊടാൻ നോക്കുമ്പോഴേക്ക് നല്ല ക്യൂട്ടല്ലേന്ന് കണ്ടിട്ട് നമ്മൾ തൊടാൻ നോക്കുമ്പോൾ ആളൊരു സൗണ്ട് ഉണ്ടാക്കും, ഭയങ്കര സൗണ്ട് ഉണ്ടാക്കും കേട്ടോ. നമ്മൾ പാർക്കിൻ്റെ താഴെ വരെ എത്തുന്നവരെ ആ സമയത്ത് വരെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇയാളുടെ സൗണ്ടായിരുന്നു, ഈ തത്തമ്മയുടെ സൗണ്ടായിരുന്നു. പേര് ഞാനത് ശ്രദ്ധിച്ചില്ല പറയാനായിട്ട്. പിന്നെ അത് ഷോർട്സിൻ്റെ ആളാണ് ഈ നിൽക്കുന്നത്, ഫുൾ വീഡിയോൻ്റെ ആളാണ് ഞാൻ. അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങളെ വീഡിയോസ് എടുക്കാൻ അങ്ങനെ കൂടുതൽ ആൾക്കാരൊന്നും ഉണ്ടായില്ല. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ ബിനീഷേട്ടനാണ് പാമ്പിൻ്റെ അങ്ങനത്തെയൊക്കെ മേൽനോട്ടം വഹിക്കുന്നതൊക്കെ ആളാണ് കേട്ടോ. ഞാൻ പേര് പറയാൻ വിട്ടുപോയിട്ടോ. പാർക്കിൻ്റെ പേര് ഡ്രീം വില്ല എന്നാണ്. നമ്മൾ ചെത്തല്ലൂരിനെയാണ് ലൊക്കേഷൻ, ഞാൻ ലൊക്കേഷൻ ടാഗ് ചെയ്യുക കേട്ടോ. എന്തായാലും എല്ലാവർക്കും വന്നെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെടും. ഒരു മലയുടെ സൈഡാണ്, നല്ലൊരു സീനറി ഉള്ളൊരു പ്ലേസാണ്. അത്ര വലിയ സ്പേസ് ഒന്നും ഇല്ല, പക്ഷേ എങ്കിലും അത്യാവശ്യമുള്ള സ്പേസിലൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. പിന്നെ കുട്ടികൾക്കൊക്കെ ഇവരൊക്കെ ടച്ച് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നത് ഭയങ്കര അടിപൊളിയല്ല. ഒരു പപ്പയും അമ്മയൊക്കെ ഇതിവിടെ ഊഞ്ഞാലടിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഒട്ടകത്തിൻ്റെ ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോയില്ല. ആ ഭാഗത്ത് പോകാൻ പറ്റിയില്ല, അതാണ് സത്യം. പിന്നെ അതേ ലാസ്റ്റാണ് പിള്ളേർക്ക് ഐസ്ക്രീംസൊക്കെ വാങ്ങിച്ചു കൊടുത്തത്. ഐസ്ക്രീമൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഐസ്ക്രീംസൊക്കെയാണ് കേട്ടോ. സ്കൂപ്പുകളുണ്ട്, പിന്നെ സിപ്പപ്പുകളുണ്ട്. അപ്പോൾ ചിക്കു സിപ്പപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ അവിടുത്തെ. പിന്നെ അവിടെ കോഫി അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ കോഫി. ഒരു പയ്യനാണ് ഉണ്ടാക്കുന്നത്, ആ പയ്യനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്തായാലും ഒരു വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരിക്കാമെന്നൊക്കെ വെച്ച് വന്നു കഴിഞ്ഞാലും കുറേ നേരം അത്യാവശ്യം ഇരുന്ന് പോകും കേട്ടോ. കാരണം അത്രയും നല്ല തണലുണ്ട്, നല്ല കാറ്റുണ്ട്, നല്ല സീനറിയൊക്കെ ഉള്ളൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാർക്കാണ്. കാരണം നമ്മൾ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു പാർക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും അറിയുന്ന ലൊക്കേഷൻ അടുത്തൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും മസ്റ്റായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇയാളാണ് കേട്ടോ ഞാൻ പറഞ്ഞ കോഫി മേക്കർ.